ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കുറച്ചും കൂടി, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോഡിങ് ആൻഡ് ഡീകോഡിങ്, പിന്നെ ക്ലറിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇതാണ്, ടോപ്പിക് ഇതാണ്, സെറ്റ് തിയറി അല്ലെങ്കിൽ ഗണസിദ്ധാന്തം. അതാണ് ഗണം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കൂട്ടം എന്ന് പറയും അല്ലേ. സെറ്റ് തിയറിയെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ നമുക്ക് ഡിഗ്രി ലെവലിലൊക്കെ ആയിരിക്കാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചില ആ ടോപ്പിക്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണെന്ന് ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടണം അല്ലേ. സെറ്റ് തിയറി എന്താണെന്നും, അല്ലെങ്കിൽ എന്താണ് സെറ്റ് എന്ന് പറയുന്നത് എ കളക്ഷൻ ഓഫ് ഡെഫിനിറ്റ് ഒബ്ജക്ട്സ്, അതായത് എന്തെങ്കിലും എന്താ പറയുക, ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് നമുക്ക് വിളിക്കാം സെറ്റിനെ. എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, എന്തെങ്കിലും ഒബ്ജക്റ്റ്, എലമെന്റ്, എന്തെങ്കിലും ഒരു എന്താ പറയുക എലമെന്റിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഒരു കളക്ഷൻ, അതിന്റെ എന്താ പറയുക ഒരു വെൽ ഡിഫൈൻഡ് ഫോമിനെയാണ് നമ്മൾ സെറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ആ സെറ്റ് എന്താണെങ്കിൽ, അല്ലെങ്കിൽ ആ സെറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഒക്കെയാണ് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെറ്റ് തിയറി. അതിൻ്റെ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം നമുക്ക് നോക്കാം എന്താണ് സെറ്റ്. നമ്മൾ പറഞ്ഞു, സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇതാണ് സെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്, അതായത് ഒരു കൂട്ടം ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ എലമെൻറ്റുകളുടെയൊക്കെ അതിന് എന്തെങ്കിലും ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് നമ്മളത് ആ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് വിളിക്കാം. അപ്പം നമ്മൾ സെറ്റിനകത്ത് കുറച്ച് സിമ്പിൾസ്, അതിനകത്ത് ഉപയോഗിക്കുന്ന, നമ്മൾ സെറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇതാണ്, നമ്മൾ സെറ്റ് നേരത്തെ പറഞ്ഞു. സെറ്റ് എന്ന് പറയുന്നത് രണ്ട് എന്താ പറയുക കേർലി ബ്രാക്കറ്റ് ആണ് നമ്മൾ സൂചിപ്പിക്കുക. ഈ കേർലി ബ്രാക്കറ്റിനകത്തായിരിക്കണം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താ പറയുക കാര്യങ്ങളൊക്കെ എഴുതുക. അതായത് നമ്മൾ പറഞ്ഞു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനകത്ത് എഴുതുന്ന എലമെന്റുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ നമ്മൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കുക. ഇത് എപ്പോഴും നമ്മളൊരു ആൽഫബറ്റ് ഉപയോഗിച്ചായിട്ടായിരിക്കും ഉപയോഗിക്കുക. അതായത് എ ഇസ് ഈക്വൽ ടു, അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതും. ഇപ്പോൾ എ കോമ ബി കോമ സി, 3 വേരിയബിൾസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ വേരിയബിൾസിനെ നമ്മൾ എലമെന്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് എന്ന് പറയും. എന്ത് പറയും? എലമെന്റ്സ് ഓർ ഒബ്ജക്ട്സ് എന്ന് നമ്മൾ പറയും. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന കുറച്ച് സിമ്പിൾസ് കൂടി നമുക്ക് പരിചയപ്പെടാം. അതായത് ഈ സെറ്റ് എന്ന് പറയുന്നതിനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരുമ്പോൾ അതിനകത്ത് കുറച്ച് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾസ് ഉണ്ട്. ഒന്ന് ഇതാണ് അതിന്റെ സിമ്പിൾ, ഇത് ഗണം അല്ലെങ്കിൽ സെറ്റ് എന്ന് സൂചിപ്പിക്കും. മറ്റൊന്ന് സെമി കോളൻ ആണ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് സച്ച് ദാറ്റ്. ഇതിനെ നമ്മൾ മീൻ ചെയ്യുന്നത് സച്ച് ദാറ്റ്, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ, എന്നിരുന്നാൽ എന്നൊക്കെ പറയുന്ന പോലെ സച്ച് ദാറ്റ് ആണ് ഏതിനെ നമ്മൾ പറയുന്നത്, ഈ രണ്ട് കുത്ത്, അതായത് സെമി കോളൻ എന്ന് വിളിക്കുക. അടുത്തത് നമ്മൾ ഇ എന്ന് പറയുന്ന ഒരു ലെറ്റർ അല്ലെങ്കിൽ അതിന്റെ ഒരു സിമ്പിൾ ഉപയോഗിച്ചാൽ അതിന്റെ മീനിങ് ഇറ്റ് ബിലോങ്സ് ടു എന്നാണ്. ബിലോങ്സ് ടു, അതിനോട് എന്താ പറയുക, അതിനോട് ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്ന ആ ഒരു മീനിങ് വരുന്ന ഒരു സിമ്പിളാണ് നമ്മൾ ഇ എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന ചില സിമ്പിൾസ്, കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആണ്. ഇനി നമ്മൾ ഇതിന് എന്താ പറയുക വൈഡായിട്ട് എന്താണ് സെറ്റ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, അതെങ്ങനെയാണ് എഴുതുക, പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു അല്ലെ. ഈ സെറ്റിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. രണ്ടായിട്ട് തരംതിരിച്ചെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ സെറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം വിത്ത് എ ഗിവൺ പ്രോബ്ലം. ഒരു തന്നിരിക്കുന്ന പ്രോബ്ലം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിനെ രണ്ടായിട്ട് നമുക്ക് എഴുതാം, രണ്ട് രീതിയിൽ എഴുതാം, 2 ടൈപ്സിൽ എഴുതാം. ഒന്ന് റോസ്റ്റർ ഫോം ആണ്, റോസ്റ്റർ ഫോം, അല്ലെങ്കിൽ അതിനെ മലയാളത്തിൽ വിളിക്കും പട്ടികാരീതി അല്ലെങ്കിൽ റോസ്റ്റർ ഫോം. രണ്ടാമത്തേത് സെറ്റ് ബിൽഡർ ഫോം ആണ്, അല്ലെങ്കിൽ ബിൽഡർ ഫോം, സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ നിബന്ധനാരീതി എന്ന് വിളിക്കും. നിബന്ധനാരീതി. രണ്ട് രീതിയിലാണ് നമ്മൾ സെറ്റിനെ
റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ പട്ടിക രീതിയിൽ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്തും, അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ അല്ലെങ്കിൽ നിബന്ധന രീതിയിൽ എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുക യൂസിങ് ദാറ്റ് സിമ്പിൾസ്. നമ്മൾ പറഞ്ഞ ആ സിമ്പിൾസ് ഒക്കെ മനസ്സിലുണ്ടായിരിക്കും. ആ സിമ്പിൾസ് ഒക്കെ നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 1-2 എക്സാമ്പിൾസ് എഴുതിയിട്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാണ്. അതായത് ദ വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ വവൽസ് മാത്രം വരുന്ന ഒരു സെറ്റ്, അതിന്റെ ഒരു സെറ്റ് ഉണ്ടാക്കണം. നമ്മൾ പറഞ്ഞു സെറ്റിനെ രണ്ട് രീതിയിൽ എഴുതാം. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ഐദർ ബൈ റോസ്റ്റർ ഫോം ഓർ ബൈ സെറ്റ് ബിൽഡർ ഫോം. ഈ രണ്ട് ഫോമിൽ ഏതെങ്കിലും എഴുതാലോ. രണ്ട് രീതിയിലും ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം. അപ്പൊ എ ഈസ് ഈക്വൽ ടു, നമ്മൾ പറഞ്ഞു ഇതിനകത്ത് സെറ്റിനകത്ത് നമ്മൾ എഴുതുമ്പോൾ അതിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സെറ്റിനകത്തുള്ള ഒബ്ജക്ട്സ് ഓർ എലമെന്റ്സ് വിൽ ബി റെപ്രസെന്റഡ് ബൈ ദ സ്മോൾ ലെറ്റേഴ്സ്. ചെറിയ അക്ഷരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിന് അകത്തുള്ള ലെറ്റേഴ്സ് നമ്മൾ അല്ലെങ്കിൽ എലമെന്റ്സ് ഒബ്ജക്ട്സ് എഴുതേണ്ടത്. അപ്പൊ അകത്ത് എഴുതുമ്പോൾ ചിലപ്പോൾ ലെറ്റേഴ്സ് ആകാം. അപ്പൊ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അകത്ത് എഴുതുമ്പോൾ ഒരിക്കലും നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എ ഈസ് ഈക്വൽ ടു, നമ്മൾ ഇതിന്റെ എന്താ പറയാ പട്ടിക രീതിയിൽ ഈ ഒരു സംഭവത്തെ നമ്മൾ എങ്ങനെയാ എഴുതുന്നത് നോക്കാം. എങ്ങനെയാ എഴുതേണ്ട? എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എ EIOU എന്നിട്ട് സെറ്റ് ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? ഇതാണ് പട്ടിക രീതിയിൽ ഈ ഒരു കാര്യം നമ്മൾ ഏത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് സെറ്റിനകത്ത് റോസ്റ്റർ ഫോമിൽ. ഇനി അടുത്തത് അതിന്റെ സെറ്റ് ബിൽഡർ ഫോമിലാണ്. സെറ്റ് ബിൽഡർ ഫോമിലും നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യുക ആ സെറ്റിനെ. ഇത് എങ്ങനെ എഴുതാന്ന് അറിയാമോ? എക്സ്, അതായത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ വേരിയബിളും ഇറ്റ് ഈസ് കോൾഡ് എക്സ്. എക്സ് ഈസ് സച്ച് ദാറ്റ്. കണ്ടല്ലോ, നമ്മൾ നേരത്തെ ആ ഒരു സിമ്പിൾ പഠിച്ചു. എന്താണ് ആ ഒരു സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത്? രണ്ട് സെമി കോളൻ ആണ്. അത് സച്ച് ദാറ്റ് എന്ന് വായിക്കുക. എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് സച്ച് ദാറ്റ് എക്സ് ഈസ് ദ വവൽ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ വവൽസ് ആണ് നമ്മൾ ഈ പറയുന്ന ഈ എന്താ പറയുക ഗണത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ ഇങ്ങനെ എഴുതും. കണ്ടല്ലോ, ഇതൊരു നിബന്ധന രീതിയാണ്, ഒരു സെറ്റ് ബിൽഡർ ഫോമാണ്. ഇതിനകത്ത് നമ്മൾ സംഖ്യകളെല്ലാം ഉപയോഗിച്ച് അത് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ, അതായത് എക്സാമ്പിൾ തന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ റോസ്റ്റർ ഫോമില് നമ്മൾ ആ സംഖ്യ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നു. അത് സെറ്റ് ബിൽഡർ ഫോമിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ നമ്മൾ അതിനകത്ത് എക്സ് ചേർത്ത് എഴുതാം. എക്സ് സച്ച് ദാറ്റ് എന്ന് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഇനി മറ്റൊന്ന് നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ദ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. 5നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എഴുതണം എന്ന് വിചാരിക്കുക. 5നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ തുടങ്ങുന്ന എവിടുന്ന 1 2 3 4 5 6 അങ്ങനെയാണ് അല്ലെ. 5നേക്കാൾ ചെറുത്, 5നേക്കാൾ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. സോ അതിനെ നമുക്ക് എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റും? എ ഈസ് ഈക്വൽ ടു ഗണം 1 2 3 4 5 എഴുതണോ? പറ്റില്ല. കാരണം 5നേക്കാൾ ചെറുത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 4ൽ നമുക്ക് നിർത്താം. അപ്പൊ 4 വരെയുള്ള നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഇസ് ലെസ് ദാൻ 5. 5ൽ കുറവായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ ഗണം എഴുതാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. ഇനി ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റും നോക്കാം. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഏതെങ്കിലും ഒരു സംഖ്യ ഇത് കൊടുക്കാം. നമുക്ക് വേരിയബിൾ കൊടുക്കാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ. ഗണം എക്സ്. എക്സ് എന്ന് പറയുന്ന ഇതിനകത്ത് എടുക്കുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്താ? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ലെസ് ദാൻ natural number less than 5 അല്ലേ? ലെസ് ദാൻ 5നേക്കാൾ ചെറുത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ലെസ് ദാൻ, നമുക്ക് വേണമെങ്കിൽ ഈ സിമ്പിൾ ഉപയോഗിക്കാം. ലെസ് ദാൻ 5 അങ്ങനെയും നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ എഴുതുമ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല? ആ സംഖ്യകൾ ഏതാണെന്ന് പറയുന്നില്ല. പകരം നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലെ നിബന്ധന രീതിയിൽ നമ്മൾ അത് എന്താണ് എന്ന് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കണക്ക് എഴുതി വെക്കുന്നു. അപ്പൊ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോമിൽ നമ്മൾ സംഖ്യകളോ വേരിയബിൾസോ എന്താണോ ആ പ്രത്യേക സംഖ്യകളും വേരിയബിൾസും ഒക്കെ നമ്മൾ അതിനകത്ത് എടുത്തെഴുതുന്നു. മറ്റേതിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ എടുത്തെഴുതുന്നു. അപ്പൊ ഈ രണ്ട് രീതിയാണ് സെറ്റിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം സെറ്റിന്. ഇനി സെറ്റിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഏതൊക്കെ രീതിയിലുള്ള സെറ്റുകളുണ്ട് അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പൊ സെറ്റിനകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തേത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എംപ്റ്റി സെറ്റ് ആണ്. എംപ്റ്റി സെറ്റ്
എന്തായിരിക്കും എം ടി സെറ്റ് എന്ന് പറയുമ്പോൾ? എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സെറ്റ്. ഒഴിഞ്ഞ സെറ്റ് ഇറ്റ് വിൽ ബി, അതിനെ മറ്റൊരു രീതിയിലും പറയാം, നൾ സെറ്റ് എന്നും നമുക്ക് ഉപയോഗിക്കാം. അതർ നെയിം ആണ്. ഓർ വോയിഡ് സെറ്റ് എന്നും വിളിക്കും കേട്ടോ. ഇതൊക്കെ ഇതിന്റെ എന്താ പറയാ സബ്സ്റ്റിറ്റ്യൂട്ട് നെയിംസ് ആണ്. എം ടി സെറ്റ്, നൾ സെറ്റ്, വോയിഡ് സെറ്റ് എല്ലാം തന്നെ അതിന്റെ പകരം ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് കേട്ടോ. എല്ലാം ഒഴിഞ്ഞ സെറ്റാണ്. ശൂന്യഗണം എന്ന് നമുക്ക് മലയാളത്തിൽ വിളിക്കാം. എന്ത് വിളിക്കും? ശൂന്യഗണം. ശൂന്യഗണം എന്നാണ് വിളിക്കുക. ആൻഡ് ഇറ്റ് വിൽ ബി റെപ്രസെന്റഡ് ബൈ, ഇങ്ങനെ ഒരു 0 ഇട്ടിട്ട് അതിനെ ക്രോസ് ആയിട്ട് ഒരു വെട്ട്, അതാണ് നൾ സെറ്റിനെ സൂചിപ്പിക്കുന്ന അതിന്റെ സിമ്പൽ. സിംബോളിക്കലി അങ്ങനെയാണ് ഉപയോഗിക്കുക. എങ്ങനെയാണ്? ഒരു 0 ഇടുക, അതിനെ വെട്ടുക, അതാണ് നൾ സെറ്റിനെ സൂചിപ്പിക്കുക. അല്ലെങ്കിൽ ഓർ ഇങ്ങനെയും ഇടാം. അതായത് ഒരു എന്താ പറയാ സെറ്റ് വെറുതെ അതിനകത്ത് വിത്തൗട്ട് എനി വേരിയബിൾസ് ഓർ എനി എലമെന്റ്സ് ഓർ ഒബ്ജക്ട്സ് ഓർ എലമെന്റ്സ് ഒന്നും ഇല്ലാതെ വെറുതെ ഒരു സെറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിടാം. അങ്ങനെയും നമുക്ക് എം ടി സെറ്റിനെ സൂചിപ്പിക്കാം. അപ്പൊ എം ടി സെറ്റ് എന്തായിരിക്കും? അപ്പോൾ അതായത് ആ പ്രത്യേക ഗണത്തിനകത്ത് വേറെ സംഖ്യകളൊന്നും വരുന്നില്ല. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് അതിനൊരു എന്താ പറയാ സൊല്യൂഷൻ ഇല്ല എന്നാണോ? അല്ല, അതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വരിക. അതായത് അതിനകത്ത് നമുക്ക് ആ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമുക്ക് എഴുതാൻ പറ്റില്ലാത്ത ഒരു സെറ്റാണ് എം ടി സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് ഒരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ദ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 3 and 4. ചോദിക്കട്ടെ, ഇതിന്റെ ആൻസർ എന്തായിരിക്കും? അതൊരു സെറ്റായിട്ട് നമ്മൾ എഴുതണം എന്ന് വിചാരിക്കുക. സെറ്റിൽ റെപ്രസെന്റ് ചെയ്യണം, ഗണമായിട്ട് നമുക്ക് കാണിക്കണം. ഒരു വെൽ ഡിഫൈൻഡ് ചോദ്യമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് വേണ്ടത് നമുക്ക്. നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 3 and 4, 3നും 4നും ഇടയിലുള്ള എണ്ണൽ സംഖ്യ. ഈസ് ദർ എനി നമ്പർ സച്ച് ദാറ്റ്? അങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടോ? 3നും 4നും ഇടയിലുള്ള ഏതെങ്കിലും സംഖ്യ അല്ല ചോദിച്ചത്. അതിന് എടുത്തു പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ നമ്പർ. ദർ ഈസ് നോ സച്ച് നമ്പർ. അങ്ങനെ ഒരു നമ്പർ ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്തു? നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ് ഓർ എം ടി സെറ്റ്, അല്ലെങ്കിൽ ഓർ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ്, ഇങ്ങനെയും എഴുതാം അല്ലെ. നൾ സെറ്റ് ആണ് അതിന്റെ ആൻസർ. കാരണം ദർ ഈസ് നോ നമ്പർ, നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 3 and 4, 3നും 4നും ഇടയിലുള്ള എണ്ണൽ സംഖ്യ ഇല്ല. അപ്പൊ നമുക്ക് നൾ സെറ്റ് ആയിട്ട് ഇതിനെ റെപ്രസെന്റ്, അതിനൊരു ഉദാഹരണമാണത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള സെറ്റുകൾ, അതായത് ഒഴിഞ്ഞു കിടക്കാണ്, അതിനകത്ത് നമുക്ക് നമ്പറോ അല്ലെങ്കിൽ വേരിയബിളോ ഏതെങ്കിലും തരത്തിൽ എഴുതാൻ ഇല്ലാത്ത അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് വിളിക്കാം. ഇനി മറ്റൊന്ന്, അടുത്ത റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഫിനിറ്റ് സെറ്റ് ആണ്. ഫിനിറ്റ് സെറ്റ്, അതായത് മലയാളത്തിൽ പരിമിത ഗണം എന്ന് വിളിക്കും. പരിമിത ഗണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഐറ്റംസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം നമ്മൾ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന എലമെന്റുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, നമ്പേഴ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനകത്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ചില നമ്പേഴ്സോ വേരിയബിൾസോ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഫിനിറ്റ്, പരിമിത ഗണം. അതിനകത്ത് ഒരു കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും സംഖ്യകൾ അതിനകത്ത് ഉണ്ടാകും അല്ലെങ്കിൽ എലമെന്റുകൾ ഉണ്ടാകും. കൗണ്ട് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനകത്ത് റെപ്രസെന്റ് ചെയ്ത് ആ ഒരു ഗണം കാണിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം വേണമെങ്കിൽ നോക്കാം. ഏതിന്? ഫിനിറ്റ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ പോലെ നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തായിരിക്കും ഒരു ഫിനിറ്റ് സെറ്റിന് എന്താ പറയാ? ഇപ്പൊ നോക്കിയേ, ഞാൻ ഇങ്ങനെ എഴുതാണ് ഗണം 1 2 3 4 5 എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ഫിനിറ്റ് സെറ്റ് അല്ലെങ്കിൽ പരിമിത ഗണത്തിന് ഉദാഹരണമാണ്. കാരണം എന്താ? അത് 1ൽ നിന്ന് തുടങ്ങി 5ൽ അവസാനിക്കുന്നു അല്ലെ. നമ്പേഴ്സ് ഫ്രം 1 to 5 അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഇതിന് ക്വസ്റ്റ്യൻ എഴുതാം. നമ്പേഴ്സ് ഫ്രം 1 to 5, 1 മുതൽ 5 വരെയുള്ള സംഖ്യകളുടെ ഗണം. അത് എക്സാമ്പിൾ ആയിട്ട് കൊടുത്താൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ഈ ഫോമിൽ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? ഇത് റോസ്റ്റർ ഫോമിലാണ് എഴുതിയേക്കണം അല്ലേ. ഗണം 1 2 3 4 5, അത് 1 മുതൽ 5 വരെയുള്ള സംഖ്യകളുടെ ഗണം, അതായത് ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഗണമാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റേ രീതിയിൽ എഴുതിയാലോ? ഗണം എക്സ് ഈസ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദ നാച്ചുറൽ നമ്പർ ഫ്രം 1 to 5 അല്ലെങ്കിൽ ഇത്രയും വരെ എഴുതിയതിന് ശേഷം നാച്ചുറൽ നമ്പർ എന്താ പറയാ, എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അങ്ങനെയും നമുക്ക് എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 5നേക്കാൾ ചെറുതും 5ഉം ഈക്വൽ ആയിട്ടുള്ളതുമായിട്ടുള്ള സംഖ്യകളാണ് ഈ ഒരു ഗണത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് റോസ്റ്റർ ഫോമിലും നോക്കിയ സെറ്റ് ബിൽഡർ ഫോമിലും നമ്മൾ എഴുതി. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് എണ്ണം സംഖ്യകളുള്ളത്. ഇപ്പൊ ഞാൻ വേറെ പേര് കൊടുക്കാണ്. മനു, അനു, ടിനു എന്ന്
ഞാൻ കുറച്ച് 3 പേരുടെ പേരുകൾ എഴുതി. കൃത്യം 3 പേരാണുള്ളത് അല്ലേ. ഇവർ 3 ആളുകളാണ്, അല്ലെങ്കിൽ 3 പേരുകളാണുള്ളത്. കൃത്യം നമ്പർ ഉണ്ട്. 3 ഐറ്റംസ് ആണ് ഈ ഒരു സെറ്റിൽ വന്നേക്കണത്. ദാറ്റ് മീൻസ് ദർ ഈസ് എ കൃത്യം ഒരു നമ്പർ ഉണ്ട്, ഡെഫിനിറ്റ് നമ്പർ റെപ്രസെന്റിങ് ദ സെറ്റ്. ആ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അകത്ത് കുറച്ച് സംഖ്യകൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഏതാണ്? ഇൻഫിനിറ്റ് സെറ്റ് നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇൻഫിനിറ്റ് സെറ്റ് ആണ് അടുത്തത്. എന്തായിരിക്കും അപ്പൊ ഇൻഫിനിറ്റ് സെറ്റ്? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫിനിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് എന്തായിരിക്കും? അപ്പോൾ കൗണ്ട്ലെസ് ആണ്. ഇൻഫിനിറ്റ് സെറ്റ്സ് എന്ന് വെച്ചാൽ അപരിമിത ഗണം, അനന്തഗണം എന്നൊക്കെ വിളിക്കാം. അനന്തഗണം അല്ലെ. അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് എന്താണ് പറയാ? കൗണ്ട്ലെസ് ആണ്. കൗണ്ട്ലെസ്, നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും എന്താ പറയാ സംഖ്യകൾ കറക്റ്റ് ആയിട്ട് നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്താ പറയാ ഫിനിറ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് അല്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നിൽ തുടങ്ങി ഒന്നിൽ അവസാനിക്കുന്നുണ്ട് ഈ ഒരു സെറ്റ്. അതാണ് ഫിനിറ്റ് സെറ്റിന്റെ പ്രത്യേകത. എന്നാൽ ഇൻഫിനിറ്റ് സെറ്റ് അല്ലെങ്കിൽ അനന്തഗണത്തിൽ എന്താണെന്ന് അറിയാമോ? നോക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ എഴുതാണ് A is equal to 1, 2, 3, 4 എന്ന് എഴുതിയിട്ട് കുറച്ച് കുത്തിട്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എൻഡിങ്. ഇതിന്റെ ഒരു എൻഡ് എവിടെയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഫിനിറ്റ് സെറ്റ് അല്ലെങ്കിൽ അനന്തഗണം എന്ന് വിളിക്കുക. അതായത് ഇതിന് എൻഡില്ല, എവിടെയാണ് അവസാനിക്കുന്നത്. ഇനി അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പോലെ എഴുതിയാലോ? ദ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിനെ സൂചിപ്പിക്കുന്നത്, അതായത് എണ്ണൽ സംഖ്യകളെ സൂചിപ്പിക്കുന്നതിന്റെ ഗണം. അപ്പൊ A is equal to 1, 2, 3, 4 എൻഡ്ലെസ് ആണ്. നമുക്ക് അവസാനിക്കാത്ത ഒരു സംഭവമാണ് എണ്ണൽ സംഖ്യകളുടെ ഗണം എന്ന് പറയുന്നത്. അതിന്റെ എൻഡ് എവിടെയാണെന്ന് നമുക്കറിയില്ല. എൻഡ് ഇല്ല എന്ന് പറയാം നമുക്കതിനെ. അതുകൊണ്ട് തന്നെ അതിനെ ഏത് ഗണത്തിൽ പെടുത്താം? ഇൻഫിനിറ്റ് സെറ്റ് അല്ലെങ്കിൽ അനന്ത ഗണത്തിൽ പെടുത്താം അല്ലെ. അപ്പൊ ഇനി മാത്രമല്ല, ഇനി ഞാൻ വേറൊരെണ്ണം വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. പോയിന്റ്സ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിനകത്തുള്ള പോയിന്റുകളുടെ ഗണം. ഒരു സർക്കിളിനകത്തുള്ള പോയിന്റുകൾ, എത്ര പോയിന്റുകൾ ഒരു സർക്കിളിനകത്തുണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഇൻഫിനിറ്റ് ആണ്. എത്ര പോയിന്റ് ഉണ്ട്? 1, 2, 3 എത്രയാണെന്ന് നമുക്കറിയില്ല. അത് നമുക്ക് എന്ത് ചെയ്യണം? കൗണ്ട്ലെസ് ആണ്. അപ്പൊ ഇതൊക്കെ ഇൻഫിനിറ്റ് സെറ്റിന് ഉദാഹരണം. ഫിനിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. ഫിനിറ്റിന് ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഐറ്റംസ് അതിന്റെ ആ സെറ്റിനകത്ത് ഉണ്ടായിരിക്കും. ഇൻഫിനിറ്റിന് അതിനകത്ത് കൗണ്ട്ലെസ് ആണ്. വിറ്റ് കനോട്ട് കൗണ്ട് ദ ഒബ്ജക്ട്സ് ഓർ എലമെന്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് സെറ്റ്. ആ സെറ്റിനകത്ത് ഉൾപ്പെടുന്ന ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ എലമെന്റുകളെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ഇനി മറ്റൊന്നാണ്, അതായത് സെറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ വെച്ചിട്ട് നമുക്ക് എന്താ പറയാ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ളത്. അടുത്തത് ഈക്വൽ സെറ്റ് ആണ്. ഈക്വൽ സെറ്റ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തുല്യ ഗണമാണ്. അതായത് പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു സെറ്റിലെ എല്ലാ ഐറ്റംസും മറ്റൊരു സെറ്റില് ഒരുപോലെ തന്നെ ഉണ്ടാകുക. അതാണ് എന്ത് വിളിക്കുക? ഈക്വൽ സെറ്റ്. ഉദാഹരണം A is equal to ഗണം 1, 2, 3 ആൻഡ് B is equal to ഗണം 3, 2, 1. ഓക്കെ, ഈ രണ്ട് സെറ്റിനെ നമുക്ക് ഈക്വൽ സെറ്റ് എന്ന് വിളിക്കാം. കാരണം ദ നമ്പേഴ്സ് 1, 2, 3 ഇൻ എ എന്ന് പറയുന്ന സെറ്റില് 1, 2, 3 എന്ന് പറയുന്ന സംഖ്യകൾ തന്നെ ബി എന്ന് പറയുന്ന ഗണത്തില് സെറ്റില് 3, 2, 1 ആ നമ്പേഴ്സ് തന്നെ ഉണ്ട്. സെയിം നമ്പേഴ്സ് ഉണ്ടായാൽ മതി. അതിന് പൊസിഷൻ മാറി എന്ന് വിചാരിച്ചിട്ട് അവിടെ വ്യത്യാസം വരുന്നില്ല. സെയിം നമ്പേഴ്സ് തന്നെയാണ് എ എന്ന് പറയുന്നതിലും ബി എന്ന് പറയുന്നതിലും ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് സെറ്റിലും ഉപയോഗിച്ചിരിക്കുന്ന നമ്പേഴ്സ് ഒന്ന് തന്നെയാണ്. അപ്പോൾ വേറെയും ഉദാഹരണം നമുക്ക് എഴുതാലോ. C is equal to A, B, C, D എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് തന്നിരിക്കുന്നു. ആൻഡ് ഡി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് തന്നിരിക്കുകയാണ്. D, C, A, B. അതും ഓക്കെ. ഇത് രണ്ടും ഈക്വൽ സെറ്റ്സ് ആണോ? ഈക്വൽ സെറ്റ്സിന് ഉദാഹരണങ്ങളാണോ നോക്കിയേ. ABCD എന്ന് പറയുന്ന 4 അക്ഷരങ്ങൾ ABCD ഇതിനകത്തുണ്ട്. ഇവിടെ DCAB ഇല്ലേ? ഉണ്ടല്ലോ. DCAB പൊസിഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. ഓൾ ദ വേരിയബിൾസ് ഇൻ സെറ്റ് സിയിലുള്ള എല്ലാ വേരിയബിൾസും തന്നെ ഒബ്ജക്ട്സും തന്നെ ഏതിലുണ്ട്? ഡി എന്ന് പറയുന്ന സെറ്റിലുണ്ട്. സോ ദേ ആർ കോൾഡ് എന്താ വിളിക്കും നമ്മൾ അതിനെ? ഈക്വൽ സെറ്റ്, തുല്യ ഗണം എന്നാണ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തും കൂടി ഉണ്ടായിരിക്കും? അൺഈക്വൽ സെറ്റ് ഉണ്ടായിരിക്കും അല്ലെ. അൺഈക്വൽ സെറ്റ്, അൺഈക്വൽ എല്ലാം ഉണ്ടായിരിക്കണം. ഒരു സെറ്റിനകത്തുള്ളത് തന്നെ റിപ്പീറ്റ് ചെയ്ത് മറ്റേലും എവിടെയെങ്കിലൊക്കെ വന്നാൽ മതി. അതാണ് അൺഈക്വൽ സെറ്റ്. അപ്പം എന്തായിരിക്കും? ഇവിടെ നമുക്ക് ഒരു ഗണം എഴുതാം. A is equal to 1, 2 and B is equal to AB.
വെദർ ദേ ആർ ഈക്വൽ ഓർ അൺഈക്വൽ. നോക്കാം, സെറ്റ് നോക്കാം. എ എന്ന് പറയുന്ന സെറ്റിൽ 1, 2 എന്ന് പറയുന്ന സംഖ്യയാണ്. ബി എന്ന് പറയുന്ന സെറ്റിൽ എ, ബി എന്ന് പറയുന്ന മറ്റു 2 സംഖ്യകളാണ്. സംഖ്യയല്ല, അതൊരു വേരിയബിൾ ആണ് അല്ലെ. അപ്പൊ 2 എലമെന്റുകളും വ്യത്യസ്തമാണ്. സോ ദേ ആർ കോൾഡ് അൺഈക്വൽ സെറ്റ്. ഇതിനെ നമ്മൾ അതുല്യ ഗണങ്ങൾ അല്ലെങ്കിൽ അൺഈക്വൽ സെറ്റ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ സെറ്റുകൾ ഇത്രയും ഉണ്ട്. നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ഫിനിറ്റ് സെറ്റ്, ഇൻഫിനിറ്റ് സെറ്റ്, ഈക്വൽ, അൺഈക്വൽ. പിന്നെ ആദ്യം പഠിച്ചത് ഏതാ? എംപ്റ്റി ഓർ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ തമ്മിൽ കമ്പയർ ചെയ്ത് സെറ്റുകൾ എന്താ പറയുക, ഇൻഫിനിറ്റ് ആണോ, അതുപോലെ തന്നെ എന്താ ഫിനിറ്റ് ആണോ, ഈക്വൽ സെറ്റ്സ് ആണോ തന്നിരിക്കുന്ന ഗണങ്ങൾ, അല്ലെങ്കിൽ അൺഈക്വൽ സെറ്റ്സ് ആണോ, അല്ലെങ്കിൽ നൾ സെറ്റ് ആണോ. ഉദാഹരണം തന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ അത് വരുന്ന ആൻസർ എംപ്റ്റി സെറ്റ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതൊക്കെ എന്താണെന്ന് അറിയണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് സെറ്റ് തിയറിയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രോബ്ലംസ് ഒന്നും ചെയ്തിട്ടില്ല, അതിനെ പരിചയപ്പെടുത്തിയതാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന സിമ്പിൾസ് അതൊക്കെ ഏതൊക്കെ രീതിയിലുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്.